അങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ളവരുടെ കരവരി. അതായത് ഒരു വ്യക്തിയെ നമുക്ക് നമ്മുടെ പങ്കാളിയായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരെ നമുക്ക് ആ സ്നേഹത്തിന്റെ പൂർണ്ണത നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പ്രകടിപ്പിക്കുന്നു, പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന്, ചങ്കിൽ നിന്ന് സ്നേഹം വരുന്നില്ല. അങ്ങനെയുള്ളവരുടെ കയർത്തിരിക്കുക നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് പറയും ക്ഷമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഇനി ക്ഷമിക്കാനുണ്ട് എന്നുള്ളതാണ്. ക്ഷമയുടെ തലത്തിൽ ഇനിയും നമ്മൾ നെരുപ്പ് പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണമായ ക്ഷമ അവിടെ സ്നേഹത്തിന്റെ പൂർണ്ണത കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ അതുകൊണ്ട് ഈശോ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മത്തായി 5:23-24 വചനങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എന്തെന്നാ പറയുന്നത്? നീ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ, നീ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നീ കർത്താവിനെ ആരാധിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ, ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധനയ്ക്കായിട്ട് നീ മുട്ടുമടക്കുമ്പോൾ, കർത്താവ് പറയുകയാണ്, ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് ഓർത്താൽ, ആർക്കെങ്കിലും നിനക്ക് ആരുണ്ടെങ്കിലും എന്നല്ല, മൂന്നാമതൊരു വ്യക്തിക്ക് ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് ഓർത്താൽ, എന്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആ വ്യക്തി എന്നോട് വിരോധം വെച്ച് പുലർത്തുന്നു, വിദ്വേഷം വെച്ച് പുലർത്തുന്നു. യേശുവിന്റെ പ്രബോധനങ്ങൾ ഇന്നേ വരെ ലോകം കാണാത്ത വിധത്തിലുള്ള പ്രബോധനങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് ഓർക്കുകയാണെങ്കിൽ നീ ബലി അർപ്പിക്കാനായിട്ട് പോകരുത്, ആരാധിക്കാനായിട്ട് പോകരുത്. ഈശോ പറയുന്നത്, അവനുമായി ആദ്യം നീ നിർമ്മിതപ്പെടുക, സ്നേഹത്തിലാകുക, പറഞ്ഞ് നിരപ്പ് പ്രാപിക്കുക, അതിനുശേഷം വന്ന് നീ ബലിയർപ്പിക്കുക. ആ ബലി ഞാൻ സ്വീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ബലി ഞാൻ സ്വീകരിക്കും. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതുവരെ ഞാൻ ബലിയർപ്പിച്ചത്, ഇതുവരെ ഞാൻ ആരാധിച്ചത്, ഞാൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ചത് ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തോട് കൂടിയായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, കർത്താവിന്റെ വചനം പറയുന്നതാണ്. മത്തായി 5:23-24 തിരുവചനങ്ങൾ പറയുന്നതാണ്. അങ്ങനെ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഇപ്പൊ നമ്മൾ കണ്ണുകളടച്ച് കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതങ്ങളെ ആത്മാവ് നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. അവരെ നമ്മൾ ഇവിടെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് കർത്താവ് നമ്മളോട് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ തമ്പുരാനോട് വചനം ചോദിക്കുമ്പോൾ കർത്താവ് ആദ്യമേ തന്ന ഒരു വചനം അതിതാണ് 50-ാം സങ്കീർത്തനം. 50-ാം സങ്കീർത്തനത്തില് 15-ാമത്തെ തിരുവചനം പറയുകയാണ്, അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. ഇത് മോചനത്തിന്റെ സമയമാണ്. എല്ലാ മേഖലകളിൽ നിന്ന് നമ്മളെ വിടിവിക്കുവാനായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന സമയമാണ്. വിടുതലിന്റെ സമയമാണ്, മോചനത്തിന്റെ സമയമാണ്, അനുരഞ്ജനത്തിന്റെ സമയമാണ്, ക്ഷമിക്കുവാനുള്ള സമയമാണ്, സ്നേഹിക്കുവാനുള്ള സമയമാണ്. തിരുവചനം തുറന്നു പറയുകയാണ്, അങ്ങനെ നീ അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ദൈവനാമം മഹത്വപ്പെടുത്തും എപ്പോഴാണ്? ദൈവത്തിന്റെ നാമം അതുപോലുള്ള ഒരു ആരാധനയിലെ, പ്രാർത്ഥനയിൽ നീ സംബന്ധിക്കുമ്പോ, ഒരു ബലിയിൽ നീ സംബന്ധിക്കുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുക. അനുരഞ്ജനപ്പെട്ടുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. എന്നിട്ട് തുടർന്ന് 16-ാമത്തെ വചനം പറയുകയാണ്, എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു. ദുഷ്ടനാണ് ബോധപൂർവം പിശാചാണ്.
ബോധപൂർവം ക്ഷമിക്കാത്തവൻ, ബോധപൂർവം സ്നേഹിക്കാത്ത, ഞാൻ പറഞ്ഞ ഉള്ളില് സ്നേഹമില്ല, പുറത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്നു. അവരെ നോക്കി ബൈബിൾ വിളിക്കുക, ദുഷ്ടനോട് ദൈവം പറയുകയാണ്, എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെ കുറിച്ച് ഉരിയാടാനോ നിനക്ക് എന്തധികാരം, എന്തവകാശം? കർത്താവ് ഇത്തിരി ഷാർപ്പായിട്ടാണ് അവരോട് ചോദിക്കുന്നത്. എന്റെ ഉടമ്പടിയെ കുറിച്ച് ഉരിയാടാനോ ഉരുവിടാനോ നിനക്ക് എന്ത് കാര്യം? നീ ശിക്ഷണത്തെ വെറുക്കുന്നു, എന്റെ വചനത്തെ നീ അവഗണിക്കുന്നു. കണ്ടോ, ദൈവഭയം നമ്മിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? അനുരഞ്ജനത്തിലേക്കും അനുതാപത്തിലേക്കും ഈ സ്നേഹരാഹിത്യത്തിലൂടെയൊക്കെ പോകുമ്പോ സ്നേഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ള അവസ്ഥയിലേക്കൊന്നും നമുക്ക് കടന്നു വരാൻ പറ്റാത്തതിന്റെ കാരണം തമ്പുരാൻ പറയുകയാണ്, നീ എന്റെ ശിക്ഷണത്തെ അവഗണിക്കുന്നു, വെറുക്കുന്നു, എന്റെ വചനത്തെയും നീ അവഗണിക്കുന്നു. ആ ഒരു തിരിച്ചറിവാണ് കർത്താവ് നമുക്ക് തരുക. ആ വചനത്തെ നമ്മൾ അവഗണിക്കുന്നു. തുറന്നു പറയുകയാണ്, കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും. ശ്രദ്ധിച്ചോ, ഇങ്ങനെയുള്ള വ്യക്തികളിൽ വരുന്ന അങ്ങനെയുള്ള വ്യക്തികളുടെ നെഗറ്റീവ് എനർജിയാണ് പറയുക. കള്ളനെ കണ്ടാൽ അവനോട് കൂട്ടുചേരും, വ്യഭിചാരികളോട് നീ ചങ്ങാത്തം കൂടും, നിന്റെ വായ് നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കും, നിന്റെ നാവ് കൊണ്ട് വഞ്ചനയ്ക്ക് നീ രൂപം നൽകും, നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കും, സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തും. ഹൃദയത്തിലേക്ക്, ചങ്കിന്റെ ഉള്ളിലേക്ക് വചനം കയറണേ. നിന്റെ സഹോദരനെതിരെ നീ സംസാരിച്ചു കൊണ്ടിരിക്കും, സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തും. ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം വീക്ഷിച്ചു, നിന്നെ പോലെയാണ് ഞാനും എന്ന് നീ കരുതി. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു. കഥപടി, ഞാൻ നിന്നെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്, ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഥ പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കും, നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വെക്കുന്നു. നമ്മുടെ മനസ്സാക്ഷിയിലേക്ക് ഇപ്പോൾ കർത്താവ് ഇത് ഓരോന്നായിട്ട് ആത്മാവ് കണ്ണടച്ചപ്പോൾ സ്തുതിക്കുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരും. നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വെക്കുന്നു. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. പാടാണ് വചനം. ഞാൻ നിങ്ങളെ ചീന്തിക്കളയും, രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ഈ ഇത്രയും വചനങ്ങൾ അവഗണിച്ചാൽ, എന്റെ വചനത്തെ നീ അവഗണിച്ചാൽ, നിന്നെ രക്ഷിക്കാൻ എന്നെ ആരും ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അനുതാപത്തിലേക്ക്, അനുരഞ്ജനത്തിലേക്ക് കടന്നു വരാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പുണ്യഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോ, അമ്മ മാതാവിനോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോ മക്കളെ വളരെ എളുപ്പമാണ്. എത്ര കഠിനമായ ഹൃദയമാണെങ്കിൽ പോലും, എത്ര ഹാർഡായിട്ടുള്ള തീരുമാനങ്ങളാണ് ചങ്കിന്റെ ഉള്ളിൽ നീ എടുത്തിരിക്കുന്നത്, മരിച്ചാലും ഞാൻ ആ വ്യക്തിയോട് മിണ്ടത്തില്ല, അല്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ കോലൊടിച്ചിട്ട് ഈ കോല് ഒന്നിക്കണം, ഞാൻ ആ വ്യക്തിയുമായിട്ട് നീ സ്നേഹത്തിലാകണമെങ്കിൽ. അങ്ങനെ പറഞ്ഞ മക്കള് ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിട്ടുണ്ട്. ഏതാണ്ട് 20 വർഷമായിട്ട് മരുമകനോട് ക്ഷമിക്കില്ല. എന്തോ പറഞ്ഞ മരുമകൻ എന്തോ ചെറിയ സ്മോളിലായിരുന്നു, ഒന്നും രണ്ടും പറഞ്ഞ് ഒറ്റ അടി കൊടുത്തു അമ്മായി കേട്ട്. അവനെന്നെ കൈയൊക്കെ അടിച്ച് അവനോട് ഞാൻ ക്ഷമിക്കുന്നില്ല, മരിച്ചാലും ഞാൻ ക്ഷമിക്കത്തില്ല. ഒരമ്മ ഇവിടെ കരഞ്ഞു പറഞ്ഞതാണ്. ഒത്തിരി നമ്മൾ പറഞ്ഞു നോക്കി. പക്ഷെ ഇപ്പൊ ഏതാണ് ഇപ്പൊ ഒരു ചെറിയ ഷോക്ക് വന്നിട്ട് സംഭവം ഒരു സൈഡ് പ്രാക്ടീസ് ആയി ഇങ്ങനെ എടുക്കുക. പലവട്ടം നിങ്ങൾ കടന്നു പ്രാർത്ഥിച്ചതാണ്. ഇപ്പോഴാണ് അനുതാപത്തിലേക്ക് തിരിച്ചു വരിക.
അനുസരിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നതാണ്? ചീന്തിക്കളയും. നിന്നെ ഞാൻ ചീന്തിക്കളയും. കാരണം നിനക്ക് ദൈവഭയമില്ല. എന്റെ വചനത്തെ നീ ഭയപ്പെടുന്നില്ല. ദൈവത്തെ നീ ഭയപ്പെടുന്നില്ല. അവിടെ മരിച്ചാലും ഞാൻ അവനോട് ക്ഷമിക്കില്ല. കണ്ടുപിടിച്ചിട്ടാണ് ചെയ്തത്. അവനല്ല ചെയ്തത്. ആരാ ചെയ്തത്? പിശാചാണ് ചെയ്തത്, അല്ലേ? ദുഷ്ടപിശാച്, മദ്യം എന്ന പിശാച് അവന്റെ അകത്ത് പ്രവേശിച്ചിട്ട് അവനാണ് ചെയ്തത്. അമ്മ പറയുന്നു, ഞാൻ മരിച്ചാലും എന്ത് ചെയ്തില്ല? ക്ഷമിക്കുന്നില്ല. ക്ഷമിക്കണോ? വേണം. ക്ഷമിക്കാനുള്ള വ്യക്തികളെ ഇതാ നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവ് കാണിച്ചു കൊടുത്തരുന്നു. ഒരുപക്ഷെ വളരെ ചെറിയ കാര്യമായിരിക്കാം, വലിയ മല പോലുള്ള പ്രശ്നമൊന്നും ആയിരിക്കില്ല. നിസാര വാക്കുതർക്കത്തിൽ ഒന്നും രണ്ടും മത ചീത്ത വിളിച്ച് കൊണ്ടു നടക്കുന്ന സംഭവമായിരിക്കാം. സ്വന്തം ഭവനത്തിൽ ജീവിത പങ്കാളിയോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അയൽവക്കക്കാരോട് അതൊക്കെയായിരിക്കാം. പക്ഷേ നമ്മൾ ക്ഷമിക്കണം. കർത്താവ് എന്നെ ഈ അടുത്ത നാളുകളിൽ പഠിപ്പിച്ച കാര്യം അതാണ്. വഴിയുടെ പ്രശ്നത്തില് തൊട്ട അയൽവക്കത്തെ വ്യക്തിയുമായിട്ട് കേസിലെങ്കിലും വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി അവർക്ക് അവകാശമില്ല, പക്ഷെ ഞങ്ങൾക്കും അവകാശം വേണമെന്ന് കേസ് കൊടുത്തിരിക്കുക. എന്നാൽ മകന്റെ വിവാഹം വന്ന സമയത്ത് ഒരു കാരണവശാലും അവരെ പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഉള്ളിൽ പ്രചോദനം തന്നു. നീ യഥാർത്ഥത്തിൽ എന്റെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നീ എന്റെ വചനം ആധികാരികമായിട്ടെടുത്ത് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എന്റെ വചനം നീ പ്രൊക്ലെയിം ചെയ്യുന്നതാണെങ്കിൽ, ഈ വചനം അനുസരിച്ചേ പറ്റൂ. ഞാൻ ആ കുടുംബത്തിൽ കടന്നുപോയി അവരെ വിവാഹം ക്ഷണിച്ചു. അതോടുകൂടി ആ ശത്രുതയുടെ മതിൽ ഇടിഞ്ഞു വീണു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഞാൻ കടന്നു പോകാതിരുന്നാൽ, ക്ഷണിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ശത്രുതയുടെ മതിൽ ഉയർന്നുകൊണ്ടിരിക്കും. സാധാരണ അത് ഉയർത്തി 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 പണിയും. പിന്നെ ഒരു ബന്ധവും ഉണ്ടാകില്ല, ബന്ധം അറ്റുപോകും. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഒരു വ്യക്തിയിൽ വചനം പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഈ കേട്ട തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ട്. ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പരിശുദ്ധമ്മയുടെ പുണ്യഭൂമിയിലേക്ക് നീ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ, നീ ക്ഷമിച്ചേ പറ്റൂ, നീ സ്നേഹിച്ചേ പറ്റൂ. അനുഗ്രഹം വേണമെങ്കിൽ ഈ പുണ്യഭൂമിയിൽ നിന്ന് വന്ന പോലെ തിരിച്ചു പോകാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തുമായിക്കൊള്ളുക, ഇഷ്ടം പോലെ. മറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വം, ദൈവപൈതൃകൾക്ക് അടുത്ത ഒരു സ്വാതന്ത്ര്യം, സമാധാനത്തോടെയുള്ള ഒരു ജീവിതം, ഇതാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിന്റെ ആത്മാവ് സുസ്ഥിതിയിലായിരിക്കണമെങ്കിൽ, നിത്യത നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, നീ സഹിച്ച് പ്രാർത്ഥിക്കുക, നീ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. കാൽവരി മലയുടെ നേർവഴിയിൽ നമ്മൾ കാണുന്നതാണ്. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് സഹിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവ് സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് നിനക്കും വേണ്ടി യേശു കർത്താവ് തന്റെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തരിക. ആ കുരിശിലെ ബലി അത് ഈ 3 അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത്. ലോകത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരെർക്കൊയ്ക്കുണ്ടാകുന്നത് അവിടെയാണ്. സഹിച്ച് സ്നേഹിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ മരിക്കുന്ന കണ്ടിട്ട് പ്രകൃതിക്ക് പോലും കണ്ടു നിൽക്കാൻ ആയില്ല എന്നുള്ളതാണ്. വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുക. നമ്മുടെ മേലുള്ള സാത്താന്റെ ആധിപത്യം അവിടെ തകർക്കപ്പെടുകയാണ്. ദൈവവുമായി നമ്മളെ രമ്യതപ്പെടുത്തുകയാണ്.
ആ ബലിയിലൂടെ, ആ ബലി എനിക്കും നിനക്കും വേണ്ടിയായിരുന്നുവെന്ന് നിന്റെ ചങ്കിന്റെ ഉള്ളിൽ എന്തെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കുക. സഹിച്ച്, സ്നേഹിച്ച്, ക്ഷമിച്ച് നീ പ്രാർത്ഥിക്കുക. ഒരത്ഭുതം ഈ പരിശുദ്ധ മാതാവിന്റെ തിരുസന്നിധിയിൽ നിന്ന് നീ കടന്നു പോകുന്നതിന് മുമ്പ് ഒരു വിടുതൽ, ഒരത്ഭുതം നീ കണ്ടിരിക്കും. കാരണം ക്ഷമയ്ക്ക് അത്രയേറെ പവറുണ്ട്. ഈ പ്രകൃതി ചക്രത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് ക്ഷമയ്ക്ക്, സ്നേഹത്തിന്, സഹനത്തിന്. അതാണ് കാൽവരിയിൽ നമ്മൾ കാണുന്നത്. ദേവാലയത്തിന് തിരിച്ചില കീറി ഭൂമികുലുക്കമുണ്ടായി, പ്രകൃതി മൊത്തം ഇളകി ആടുകയാണ്. പ്രകൃതിയെ മാറ്റിമറിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള, അത്രമാത്രം പവർഫുള്ളാണ് ഈ സ്നേഹത്തിന്റെ, ക്ഷമയുടെ, സഹനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷെ വേദനിപ്പിച്ചിട്ടുണ്ടാകണം, അത് നീ മറക്കണം, ഇവിടെ മറക്കണം. ആ വേദന എന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നുവെന്ന് നീ അങ്ങനെ ചിന്തിക്കും, പോസിറ്റീവായിട്ട് ചിന്തിക്കും. അവർ തന്നെ വേദനിപ്പിച്ചത് ബോധപൂർവമോ അല്ലാതെയോ അതെന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയായിരുന്നു, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ നമുക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയും, ആ വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയും. കണ്ണുകൾ അടയ്ക്കട്ടെ, കാര്യങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇതാ, എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു അനുരഞ്ജനത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാനും നിന്നോട് ക്ഷമിക്കുകയില്ല. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആവർത്തിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നോടും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് നീ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ പ്രാർത്ഥിച്ചത്. എന്നാൽ ആ പ്രാർത്ഥനയുടെ അഭിഷേകം നിന്റെ വ്യക്തി ജീവിതങ്ങളിലും, കുടുംബ ജീവിതത്തിലും, കൂട്ടായ്മ ജീവിതത്തിലും ഒക്കെ അനുഗ്രഹമായി മാറണമെങ്കിൽ, ആ വചനം അഭിഷേകമായി മാറണമെങ്കിൽ ആദ്യമേ ഞാൻ ക്ഷമിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ രമ്യതയിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. അനുതാപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും ഞാൻ കടന്നു വരേണ്ടിയിരിക്കുന്നു. ഈ തിരിച്ചറിവാക്യം എളിമയുള്ള ഒരു ഹൃദയത്തിലുണ്ടാകുക, എളിമയുള്ള ഹൃദയത്തിലെ അതുണ്ടാവുക. എളിമപ്പെടുക. ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നീ ആരുമല്ല, ഒന്നുമല്ല. ഒരുപക്ഷെ നീ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പൊസിഷനിൽ ആരുമാകട്ടെ, എന്തുമാകട്ടെ. ആ വ്യക്തിയേക്കാൾ കുറച്ച് ഹൈ ലെവലിലാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മൾ പലരും. കർത്താവ് നമ്മുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ സമാനത മുറുകെ പിടിക്കാതെ ദൈവമായി ഇരുന്നിട്ടും അവൻ ദൈവത്വം മാറ്റിവെച്ച് കേവല മനുഷ്യന്റെ രൂപമെടുത്ത് നമ്മളെപ്പോലെ ഒരുവനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ്. മക്കളെ, ഇതാ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിക്കുവാൻ തക്കവണ്ണം സ്വർഗമത്ര ചെറുതായി എന്ന് നീ മനസ്സിലാക്കണം. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അത്രമാത്രം എളിയ ദാസന്റെ രൂപം സ്വീകരിച്ച യേശു കർത്താവ്. അവനാണ് നമ്മളോട് പറയുന്നത്, എന്റെ കുഞ്ഞെ, നീ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, നീ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക.
ക്ഷമിക്കാനുള്ള വ്യക്തികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുതരുന്നു. പൂർണ്ണമായിട്ടും അവരോട് ക്ഷമിക്കുവാൻ നിനക്കൊരു തുറവി ആവശ്യമാണ്. മനസ്സ് തുറക്കണം, ഹൃദയം തുറക്കണം. ആ വ്യക്തികളുടെ പേര് പറഞ്ഞ് സമർപ്പിക്കുക. അപ്പനായിക്കൊള്ളട്ടെ, അമ്മയായിക്കൊള്ളട്ടെ, സഹോദരങ്ങളായിക്കൊള്ളട്ടെ, ജീവിത പങ്കാളിയായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, ആരുമാകട്ടെ, ഇപ്പോൾ പേര് പറഞ്ഞ് അവരുടെ പേര് പറഞ്ഞ് ഈശോയുടെ കാൽവരി കുരിശിൻ ചുവട്ടിലേക്ക് അവരെ കൊണ്ടുവരുന്നു. അവന്റെ തിരുശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരിച്ചുവര അവരെയും നിങ്ങളെയും കീഴും യഥാർത്ഥമായ അനുതാപത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. തെറ്റിപ്പോയി കർത്താവേ, തെറ്റിപ്പോയി. ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുകയില്ല. അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായത്തിൽ 30-ാം തിരുവചനം പറയുകയാണ്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുകയില്ല. എന്നാൽ ഇപ്പോൾ എല്ലാവരും അനുദപിക്കണം, പശ്ചാത്തപിക്കണം, തിരിച്ചു വരണം. എവിടേക്ക് തിരിച്ചു വരണം? ദൈവത്തിലേക്ക് തിരിച്ചു വരണം. അപ്പന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണം. ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അജ്ഞാപിച്ചു പറയുകയാണ്, തിരിച്ചു വന്നേ പറ്റൂ. വചനം അങ്ങനെയാ പറയുക. അപ്പോസ്തല പ്രവർത്തനം 17:30 തിരിച്ചു വരാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. ലൂക്കാസുവിശേഷം 15-ാം അധ്യായം അതിന് 18-ാം തിരുവചനത്തില് ആ ഇളയ മകൻ പന്നിക്കുഴിയിൽ കിടന്നുകൊണ്ട് ലോകജനിക സുഖങ്ങളിൽ മുഴുകി, ഭൗതിക ലൗകിക ചിന്തകളിൽ മുഴുകി, ആത്മാവിനെ നഷ്ടപ്പെടുത്തി തന്റെ ജീവിതം നരകതുല്യമായി മരണത്തോടടുക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് അനുതാപത്തിന്റെ ചെറിയ ഒരു ചിന്ത, അനുരഞ്ജനത്തിന്റെ, തിരിച്ചുവരവിന്റെ ഒരു ചെറിയ ചിന്ത ആത്മാവ് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ എന്റെ അപ്പന്റെ സന്നദ്ധിയിലേക്ക് തിരിച്ചു പോകും. തീരുമാനമെടുക്കുക. നീ ക്ഷമിക്കുന്ന ഓരോ നിമിഷങ്ങളും, നീ അനുരഞ്ജനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സെക്കൻഡും, നീ സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും നീ അപ്പന്റെ സന്നദ്ധിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗീയ പിതാവിന്റെ സന്നദ്ധിയിലേക്ക് നീ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ നിന്നെ കാത്തിരിപ്പുണ്ട്. അപ്പൻ നിന്നെ മാടി വിളിക്കുന്നുണ്ട്. പുത്രന്റെ ഉപമയില് കണ്ണും നട്ട് രാപകൽ മകന്റെ തിരിച്ചുവരവ് നോക്കിയിരിക്കുന്ന ഒരു അപ്പനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൂരെ വെച്ച് തന്നെ തന്റെ മകനെ തിരിച്ചറിയാൻ ആ അപ്പന് കഴിഞ്ഞു. കാരണം അപ്പന്റെ ചങ്കിന്റെ ഉള്ളിൽ മകനോടുള്ള സ്നേഹം, മകന്റെ കോലം കെട്ടിരുന്നു. കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു വികൃത രൂപത്തിലായിരുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, മുഷിഞ്ഞു നാറിയ അവസ്ഥ, കുളിക്കാത്ത അവസ്ഥ, ജഡനര ബാധിച്ച് ഒരു ഭിക്ഷക്കാരനെ പോലെ, ഭ്രാന്തനെ പോലെ ദൂരെ നിന്ന് വരുന്ന മകനെ പാപത്തിന്റെ കണിയിൽപ്പെട്ട് പാപമെന്ന ആ പൈശാചികത
അവന്റെ രൂപത്തെ വികൃതമാക്കി ലോകത്തിന്റെ ബന്ധനങ്ങളിൽ കുടുങ്ങി ചെടിയ സുഖങ്ങളിൽ മുഴുകി തേജോമയമായ ആ രൂപം അവന് നഷ്ടപ്പെട്ടു. ഒരു പൈശാചികത അവനിലേക്ക് കടന്നു വന്നു. എങ്കിലും അപ്പൻ തിരിച്ചറിഞ്ഞു. ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. മക്കളെ, നിന്റെ അപ്പൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റതാണ്. യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. നിന്റെ അപ്പൻ എണീറ്റ് നിന്നിലേക്ക് ഓടിയിറങ്ങുകയാണ്. ദൂർത്തപുത്രനിലേക്ക് ആ പിതാവ് ഓടിയിറങ്ങുകയാണ്. ദൂരെ നിന്ന് കണ്ട മകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്ത് അവന്റെ നെറുകയിൽ മുത്തങ്ങൾ കൊടുത്ത് അവരെ വാരി പുണർന്ന് ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടത് മുഴുവൻ ഓരോന്നോരോന്നായി അപ്പൻ തിരിച്ചു വിളിക്കുകയാണ്. ലൂക്ക 15:18 ദാസന്മാരോട് അപ്പൻ പറയുകയാണ്, മേൽമേൽ വസ്ത്രം കൊണ്ടുവന്നവനെ അണിയിക്കുക. പാപത്തിന്റെ കീറിപ്പറഞ്ഞ മുഷിഞ്ഞ് നാറിയ അവസ്ത്രം മാറ്റി സ്നേഹത്തിന്റെ, രക്ഷയുടെ, അനുരഞ്ജനത്തിന്റെ, സമാധാനത്തിന്റെ, സൗഭാഗ്യത്തിന്റെ വസ്ത്രം ഇവനെ അണിയിക്കുക. ഇവൻ ലോകത്തിലായിരുന്നു. ലോകബന്ധനത്തിന് അവൻ കുടുങ്ങി കിടക്കുകയാണ്. ആ ലോകവുമായി ഇവന് വേർതിരിക്കണം. ആ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവന്റെ പാദങ്ങൾ പുതിയ തരം ചെരുപ്പുകൾ കൊണ്ട് അവനെ അണിയിക്കുക. ലോകവുമായി ഉള്ള ബന്ധം വിച്ഛേദിക്കുക. സ്നേഹത്തിന്റെ അടയാളമായ ആ മോതിരം അവന്റെ കയ്യിൽ അണിയിക്കുന്നു. നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു വിളിക്കുന്നു. എന്തൊക്കെ അവൻ നഷ്ടപ്പെടുത്തിയോ അതെല്ലാം അപ്പൻ ഓരോന്നോരോന്നായി തിരിച്ചു വിളിക്കുകയാണ്. ആണ് പ്രിയപ്പെട്ടവരെ, അനുരഞ്ജനത്തിന്റെ, തിരിച്ചുവരവിന്റെ സമയത്ത് സ്വർഗം ചെയ്യുന്നതാണ്, സംഭവിക്കുന്നതാണ്. നിന്നെ ചേർത്ത് പിടിച്ച് നഷ്ടപ്പെട്ടതെല്ലാം, നീ നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചു തരുന്ന ഒരപ്പൻ നിനക്കൊണ്ട്, നിന്നെ കാത്തിരിക്കുന്ന ഒരപ്പൻ നിനക്കൊണ്ട്. നീ ഏറെ കരുതുന്ന മക്കൾ, നിന്നെ ഒത്തിരി സ്നേഹിക്കുന്ന പറയുന്ന മക്കൾ, അതൊന്നും ഒരു സ്നേഹത്തിന്റെ പൂർണ്ണത അവിടെ കാണാൻ നമുക്ക് കഴിയുകയില്ല, കാണാൻ കഴിയുകയില്ല. ഒഴിമാടം വരെയുള്ള സ്നേഹമേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരപ്പൻ നിനക്കൊണ്ട്. അപ്പൻ പറയുകയാണ്, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും, 27-ാം സങ്കീർത്തനം 10-ാം വചനത്തില്, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈക്കൊള്ളും. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ ഏതെല്ലാം വിധത്തിൽ അവഗണിച്ചാലും ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയില്ല, ഞാൻ നിന്നെ മാറ്റി നിർത്തുകയില്ല. എബ്രായർ 13:5 നമ്മൾ കാണും, ഒരു വിധത്തിൽ ഞാൻ നിന്നെ അവഗണിക്കുകയില്ല. കാരണം എന്താണ്? നീ എന്റേതാണ്, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നുപോയാലും ആ തിരമാലകൾ നിന്നെ മുക്കുകയില്ല, മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും അതിനെ ദഹിപ്പിക്കുകയില്ല. യേശു 43 നമ്മൾ കാണുകയാണ്. പ്രിയരെ സ്നേഹിക്കുന്ന ഒരപ്പൻ, അപ്പൻ പറയുന്നു, തിരിച്ചു വാ മക്കളെ, അപ്പന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വാ. അത് സ്നേഹിച്ചുകൊണ്ടായിരിക്കണം, ക്ഷമിച്ചുകൊണ്ടായിരിക്കണം, അനുരഞ്ജനത്തിലൂടെ ആയിരിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. പൂർണ്ണമായിട്ടും എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ പേരുപേരായി സമർപ്പിക്കട്ടെ. തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് നിന്റെ ജീവിതത്തില് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഒന്നാമത്തെ മേഖലയാണ് നമുക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും പറ്റാത്ത മേഖല. അവിടെ വിടുതൽ പ്രാപിച്ചാൽ, അവിടെ വിടുതൽ കിട്ടിയാൽ, പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും. അനുഗ്രഹത്തിന്റെ വഴികൾ നിന്റെ മുമ്പിൽ വിശാലമായി തമ്പുരാൻ തുറന്നു തരും. അതുകൊണ്ട് അനുദപിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തിക്കുക. ആ ഉയർത്തിയിരിക്കുന്ന ശരിക്കും കരങ്ങൾ ഉയർത്തിക്കുക. നന്നായിട്ട് കരങ്ങൾ ഉയർത്തിക്കുക. കൈമുട്ട് നിവർത്തി ഉയർത്തി അപ്പന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിക്കുക.
ആ ഉയർത്തിയിരിക്കുന്ന കരങ്ങളിൽ ഇതാ നിനക്ക് ക്ഷമിക്കുവാനുള്ള വ്യക്തികളുണ്ട്, നിന്നോട് ക്ഷമിക്കുവാനുള്ള വ്യക്തികളുണ്ട്. അനുസരണപ്പെടാനുള്ള ആ മേഖലകളൊക്കെ ഉണ്ട്. അതൊക്കെ നീ ഉയർത്തിപ്പിടിക്കുക കരങ്ങളിൽ. ഇതാ കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ സമർപ്പിക്കുക. കാൽവരി മലയുടെ നെറുകയിൽ 3 കാര്യപാണികളിൽ തറയ്ക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്ക് മധ്യേ ജീവശ്വാസം പോലും കിട്ടാതെ ഏറ്റുവരിച്ച് എന്നെയും നിന്നെയും നോക്കി കേഴുന്ന ഒരു തമ്പുരാൻ, ആ തമ്പുരാൻ സ്ഥലത്തിലേക്കാണ് ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. എന്റെ വിടുതൽ വരുന്നവിടെ നിന്ന ക്ഷമിക്കാനുള്ള കൃപ, സ്നേഹിക്കാനുള്ള ശക്തി, സഹിക്കാനുള്ള ഒരു അഭിഷേക ശക്തി നിനക്ക് ലഭിക്കുന്നത് ആ കുരിശിൽ നിന്നാണ്. ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് നിന്റെ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കുക. എന്തുകൊണ്ട് എനിക്കിങ്ങനെ? ആ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കുക. നിനക്ക് കുരിശിൽ പ്രശ്നമാണ്, എന്നാൽ ആ ക്രൂസിന് മുമ്പിൽ അതിന്റെ ആൻസർ ഉണ്ട്, ഉത്തരവുണ്ട്. അവനൊന്നും അസാധ്യമായി എല്ലാം സാധ്യമാക്കി തരുന്ന ദൈവം അതിന് തൊട്ടടുത്തുണ്ട്. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ സുഖപ്പെടുത്തുവാൻ, നിന്നെ വിടുവിക്കുവാൻ ഇതാ നിന്റെ ദൈവം നിന്റെ തൊട്ടരികെ. സ്വർഗം വിട്ടവൻ താഴേക്ക് ഇറങ്ങിയെങ്കിൽ അവന്റെ നാമത്തിൽ 2 3 പേർ ഒരുമിച്ച് കൊടുക്കുമ്പോ അവൻ പറഞ്ഞിരിക്കുന്നത്, മക്കളെ ഞാൻ നിങ്ങളുടെ മധ്യയുണ്ട്, ഞാൻ നിങ്ങളുടെ മധ്യയുണ്ട്, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ആഴമായ വിശ്വാസം ഹൃദയത്തിൽ നിറയട്ടെ. എന്നിട്ട് ആ ഉയർത്തിയിരിക്കുന്ന കരങ്ങൾ ഇടമലം ശ്രദ്ധിക്കരുത്. തൊട്ടടുത്ത് കേൾക്കുന്ന ആളെ ഒന്നും ശ്രദ്ധിക്കരുത്. അവര് കേൾക്കുമോ കേൾക്കുകയൊന്നും ശ്രദ്ധിക്കരുത്. 5-6 പേര് നമ്മുടെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം സ്വരമുയർത്തി മനസ്സ് തുറന്ന് ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി, സ്നേഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി, സഹിക്കാനുള്ള ആ വൻ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വരമുയർത്തി, മനമുയർത്തി, ശബ്ദം തുറന്ന് അഭിഷേകത്തിന്റെ
നിന്റെ അപേക്ഷകളെ
നമ്മുടെ നെഞ്ചിലേക്കൊന്ന് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് നമ്മെ മുറിവേൽപ്പിക്കും, എന്നാൽ അവിടുന്ന് തന്നെ അത് വച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം എന്നെയും നിന്നെയും സുഖപ്പെടുത്തുമെന്ന് ജോബിന്റെ പുസ്തകം 5:18 നമ്മൾ കാണുകയാണ്. അത് വെറുതെ പറയുന്നതല്ല. സർവ്വതും നഷ്ടപ്പെട്ട ജോബ്, തകർന്ന തരിപ്പണമായ ജോബ്, 1% പോലും ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലാത്ത ജോബ് പറയുകയാണ്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ അകൃത്യങ്ങൾ ക്ഷമിക്കും. 103-ാം സങ്കീർത്തനം 3-ാം തിരുവചനം, നിന്റെ രോഗങ്ങൾ അവിടുന്ന് സുഖപ്പെടുത്തും. നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കും, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തും. കർത്താവിന് രോഗശയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. സങ്കീർത്തനം 41:3, ഇതാ അവിടുന്ന് പ്രഹരിച്ചാലും വേദനിപ്പിച്ചാലും വചനം പറയുകയാണെന്ന് അവിടുന്ന് വച്ചുകെട്ടി സ്നേഹതൈലം കൊണ്ട് എന്നെ കഴുകി അവിടുത്തെ കരമെന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തുമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പറയുകയാണ്, നിന്റെ കണ്ണീർ കലങ്ങളിതാ ഞാൻ കാണുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട്. അത് കേട്ട് നിന്നെ ഞാൻ സുഖപ്പെടുത്തും. 2 രാജാക്കന്മാർ 20:5 നമ്മൾ കാണുകയാണ്. നിന്റെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. മക്കളെ, നമ്മുടെ മനസ്സിലെ ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനും മനസ്സിലും ഒക്കെ സൗഖ്യം നമുക്ക് ആവശ്യമാണ്. ഇന്നർ ഹീലിംഗ് ആണ് നമുക്ക് ആവശ്യം. ആന്തരിക സൗഖ്യം അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് സുഖം കിട്ടും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അത് നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് വിശ്വാസപൂർവ്വം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവേ, എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനക്കാരൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അപ്പാ, എന്നെ തള്ളിക്കളയല്ലേ, എന്റെ അപരാധങ്ങളോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്തെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. ആവീന സങ്കീർത്തകൻ ചങ്ക് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 51:11, അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. 51-ാം സങ്കീർത്തനം 11-12 വചനങ്ങളാണ്. കർത്താവേ, അനുതാപത്തോടെ പ്രാർത്ഥിക്കും. മക്കളെ, മനമൊരുങ്ങി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ആ ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ പിൻവലിക്കുന്ന അവസ്ഥ, വെറും ജഡമായി തീരുന്ന അവസ്ഥ, ജഡികതയിൽ മുഴുകുന്ന അവസ്ഥ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളെ അടച്ച് കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് തന്നെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഗാനത്തിന്റെ ഈരടികൾ പാടിത്തരുമ്പോ നിങ്ങൾ
നമ്മുടെ പാപ പരിഹാര ബലിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിലൂടെ മാത്രമേ നമുക്ക് പാപമോചനം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറിച്ച് ഏതൊരു പ്രവൃത്തിയിലും ഒരു പാപമോചനം നമുക്ക് കിട്ടുന്നില്ല. പാപമോചനം യേശുവിന്റെ പ്രവൃത്തിയാണ്. അവന്റെ തിരുരക്ഷോദയാൽ കഴുകപ്പെടുന്ന അവസ്ഥയാണ്. കുമ്പസാരക്കൂടിലൊക്കെ നടക്കുന്നതാണ്. അവിടെ പാപമോചനം തരുന്നത് വൈദികനല്ല, അവിടെ കർത്താവിന്റെ പ്രതിനിധിയായി യേശുവിന്റെ പ്രതിപുരുഷനായി ഇരിക്കുന്ന ആ അഭിഷിക്തനാണ്. അഭിഷിക്തനോട് വരുന്നതും ഈ തിരിച്ചോരയാലുള്ള കഴുകലാണ്. ബലിയുടെ ആ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യതയിലാണ് നമുക്ക് കടങ്ങൾ അടച്ചു കിട്ടുക, പാപം ക്ഷമിച്ചു കിട്ടുക. ഈശോയെ, തിരിച്ചോരയാൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചൊല്ലിത്തരുന്ന ആ ഈരടികൾ ആവർത്തിച്ച് ഏറ്റുപാടി നമ്മുടെ തിരുരക്തത്തിന്റെ ഒരു കഴുകലിന് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിന്നിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിന്നിരുഹിതമെന്നിൽ
ഇപ്പോൾ നമ്മൾ പരസ്പരം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിൽ കൈവയ്ക്കുന്നു. പരസ്പരം കരങ്ങൾ വയ്ക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിൽ കരം വയ്ക്കുന്നു. പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാണ്? കർത്താവേ, ഞാൻ ഈ ശിരസിൽ കൈവച്ചിരിക്കുന്ന സഹോദരൻ സഹോദരി ഇവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ. പാപമോചനം കൊടുക്കണമേ. കർത്താവേ, അനുദപിക്കാനുള്ള ഒരു മനസ്സ്, പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുവാനുള്ള ഒരു ശക്തി അപ്പാ നീ കൊടുക്കണമേ. നീ കൊടുക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. തൊട്ട് നമ്മുടെ സഹോദരനാണ്, സഹോദരിയാണ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവേ, ഒരുപക്ഷെ നീ ക്ഷമിക്കാനുള്ള വ്യക്തിയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിനക്ക് സ്നേഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ വ്യക്തിയുടെ രൂപം ഈ വ്യക്തിയിൽ കണ്ടുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. കർത്താവെ, സ്തുതിക്കുന്നു. യേശുവേ, നന്ദി നന്ദി. സ്തുതി ആരാധന മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിക്കുക. വെളിപാട് 12:11 അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുക. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അന്ധകാര ശക്തികളുടെ മേൽ വിജയം നേടി. ഈ വചനത്തിന്റെ അനന്ത യോഗ്യതയാൽ കർത്താവേ, ഞാൻ ആരുടെ ശിരസിൽ കൈവച്ചിരിക്കുന്നു ആ മകനെ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രയാസപ്പെടേണ്ട, വിഷമിക്കേണ്ട. പുറപ്പാട് 14:14 പറയുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ, മലപോലുള്ള പ്രശ്നങ്ങൾ കർത്താവ് പറയുകയാണ്, നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് വീണ്ടും പറയുന്ന യെശയ്യാ 54:17 കർത്താവ് അരുളി ചെയ്യുകയാണ്, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. നിന്റെ ശത്രുവിനെ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് കർത്താവ് തകർത്ത് കളയും. റോമാ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ ഇതാ സാത്താനെ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. മത്തായി 4:10 വചനത്തിന്റെ അഭിഷേകത്തിൽ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ കൈകൾ വെച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് സകല നെഗറ്റീവ് എനർജികളും വിട്ടുപോകുന്നത് പ്രാർത്ഥിക്കുന്നു. മത്തായി 4:10 വചനത്തിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സംഖ്യ 2:5 വചനത്തിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ട് കോട്ടയായിരിക്കും, ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും. കർത്താവ് ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഈ വചനത്തിന്റെ അതിന്റെ യോഗ്യതയാൽ ഈ മക്കളെ അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഒന്നാം പ്രമാണത്തിനെതിരായിട്ടുള്ള ലംഘനങ്ങൾ, ഒന്നാം പ്രമാണത്തിനെതിരായിട്ടുള്ള ലംഘനങ്ങൾ സംഖ്യ 23:23 യാക്കോബിന് ആർക്കും കേൾക്കുകയില്ല, ഇസ്രായേലിനെ ക്ഷുദ്രവൃത്തി ഭരിക്കുകയില്ല. ഈ വചനത്തിന്റെ ശക്തിയാൽ ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ കർത്താവേ, ഈ നിമിഷം മകൾ നവീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാകുകയില്ലെന്നും ഞങ്ങൾ അറിയുന്നു. ജോബ് 42:2 വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ സമൂഹത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, മഹത്വം കർത്താവേ, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, സ്തുതി, ആരാധന, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലികളിൽ അങ്ങ് സാധിക്കുന്നില്ല. ഞാൻ ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. 17-ാം വാക്യം 81-ാം സങ്കീർത്തനം. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. എന്റെ ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കില്ല. അപ്പാ, നിന്റെ സന്തതിയുടെ തലമറങ്ങിയിരിക്കുന്ന മക്കളെ തള്ളിക്കളയില്ലേ തമ്പുരാനെ. നുറുങ്ങിയ ഹൃദയത്തോടെ മക്കൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, തള്ളിക്കളയില്ലേ. അങ്ങ് പ്രസാദിച്ച് ഈ മക്കൾക്ക് അവിടുന്ന് എല്ലാ നന്മകളും ചെയ്യണമേ. തകർന്നു കിടക്കുന്ന കോട്ടകളെ അവിടെ പുതുക്കി പണിയണമേ. തമ്പുരാനെ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അകൃത്യം നിശേഷം കഴുകി കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. കരങ്ങളെടുക്കാം, നേരെ നമ്മൾ നിൽക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. വലിയ ഉയർത്തി പറഞ്ഞേ, വലിയ ഉയർത്തി പറഞ്ഞേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഈശോയെ, എന്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഈശോയെ, ഞാൻ എന്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നേരിട്ട് ക്ഷമ ചോദിക്കാനൊക്കെയുള്ള ചില പ്രചോദനങ്ങൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ അവരെ പേര് ചൊല്ലി വിളിച്ചു വരുത്തി ക്ഷമ ചോദിച്ചവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമുക്ക് സാധിക്കുകയില്ല. അവരോട് നേരിട്ട് ചെന്ന് ക്ഷമ പറയുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് വിടുതലിന് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കെട്ടഴിയാൻ ഏറ്റവും നല്ലതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവര് അങ്ങനെ ചെയ്യണം. നേരിട്ട് പോയി ക്ഷമ പറഞ്ഞ സ്നേഹത്തോടെ അവരോട് സ്തുതിയൊക്കെ കൊടുത്ത് ക്ഷയിക്കാനൊക്കെ കൊടുത്ത് വിഷമവും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതാ ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് തീർത്ഥയാത്രയെ കടന്നുപോയി. അവിടെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രചോദനം തന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം, ഒരുപക്ഷെ ചീത്ത വിളിച്ചേക്കാം. അതൊക്കെ ഒരു കിരീടമായി നിന്റെ ശിരസിൽ കേറേണ്ട അവസ്ഥയാണ്. അതെല്ലാം കർത്താവിന്റെ നാമത്തെ പ്രതി അവഹേളനങ്ങൾ ഏൽക്കുമ്പോൾ, നിന്ദനങ്ങൾ ഏൽക്കുമ്പോൾ ഒരു കിരീടം സ്വർഗം നിനക്ക് വച്ചു തരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, നമുക്ക് എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും ക്ഷമിക്കാം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം.
എല്ലാവർക്കും വേണ്ടി നമുക്ക് അതിനുള്ള കൃപ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ മധ്യസ്ഥതയിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എനിക്ക് ക്ഷമിക്കുവാനുള്ള വ്യക്തികളിൽ വന്ന് നിറയണമേ. എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ, വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിത പങ്കാളിയിൽ, എന്റെ കുഞ്ഞുമക്കളിൽ, എന്റെ ബന്ധുമിത്രാദികളിൽ ശക്തമായ അഭിഷേകത്തോടെ ഈ സമയം കടന്നു വരണമേ. ഒരു മാറ്റം കൊടുക്കണമേ, മാനസാന്തരം കൊടുക്കണമേ, അനുതാപം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ വിമല ഹൃദയത്തിന്റെ മധ്യസ്ഥതയാ എഴുന്നള്ളി വരണമേ. എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തി ഒരു 3 പ്രാവശ്യം ഈ പാണ്ഡിദേശം വിറയ്ക്കാൻ കിട്ടുകണം, കിട്ടുകണം അല്ലേ? അപ്പോസ്തലന്മാര് കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി വിറച്ചു അല്ലേ? ജയിലറകൾ തുറക്കപ്പെട്ടു, അടിത്തറ ഇളകി, കെട്ടുകൾ അഴിഞ്ഞു അല്ലേ? കെട്ടുകൾ അഴിഞ്ഞു. ചില വാതിലുകൾ അടച്ചു വെച്ചിരിക്കുക. തുറക്കണമെങ്കിൽ നിന്റെ ആദരം തുറക്കണം ആദ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദരം തുറന്ന് ഒരു 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus for how we praise you. Thank you Lord. നമ്മെ തന്നെ നമുക്ക് വിശദീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്തില് തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക. തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ചിരിച്ചുകൊണ്ട് പരസ്പരം അടുത്ത് നിൽക്കുന്നവർക്ക് ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്ത്, ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്ത്, ഒരു സ്തുതി കൊടുത്ത്, ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഷെയ്ക്കാൻ്റെ കൊടുക്കും. ആ ഷെയ്ക്കാൻ്റെ കൊടുക്കുമ്പോൾ നമ്മൾ ആരെ മനസ്സിൽ കണ്ടോ, ധ്യാനിച്ച് പ്രാർത്ഥിച്ചോ, ആ വ്യക്തിക്കാണ് ഷെയ്ക്കാൻ്റെ കൊടുത്ത് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക.